ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് ലോസ് ഏഞ്ചൽസിൽ നടന്നൊരു പരിപാടിയാണ്. അതിനുശേഷം അങ്ങ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ. ആ പരിപാടിയെക്കുറിച്ചാണ് മാധു നേരത്തെ സൂചിപ്പിച്ചത്. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. ആണോ? ഭയങ്കര. മലപ്പുറത്തും കോഴിക്കോടും 3 കുഞ്ഞുങ്ങൾ ഇന്നലെ ഈ വെള്ളപ്പൊക്കത്തിൽ ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചതിന്റെ വാർത്തകൾ പുറത്തു വരുന്ന സമയമാണ് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പോയത്. അവിടെ പ്രളയം ബാധിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കാണാനോ ക്യാമ്പുകളിലേക്കോ പോകാനോ നിങ്ങൾക്ക് നേരിട്ട് സമയം കിട്ടിയില്ല. പക്ഷേ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ആശങ്കയുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഒരു മനോഹരമായ ഒരു പേരും അവരുണ്ട്, ബൈ മീ എ കോഫി. 400 കോടി രൂപയുടെ 2 ചെറുപ്പക്കാരുടെ, മലയാളികളായ 2 ചെറുപ്പക്കാരുടെ ഗ്ലോബൽ പ്രോജക്റ്റാണ്. അതിന്റെ ഓഫീസ് അവർ കേരളത്തിൽ ആദ്യമായിട്ട് തുറക്കുവാണ്. 20 രാജ്യങ്ങളിൽ ഓഫീസുണ്ട്. ചില വാർത്തകൾ വന്നത് ഞാൻ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. എനിക്ക് നല്ല പുളിച്ച തെറി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു കാപ്പിക്കടയല്ല. ബൈ മീ എ കോഫി എന്നുള്ളത് ഒരു കോഫിയല്ല എന്ന് പറയുന്നത് ശരിയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഈ VIP മൂവ്മെൻറ്റിൻ്റെ രജിസ്റ്ററാണ് എനിക്ക് കിട്ടിയത്. കിട്ടിയ സമയത്താണ് ഞാനത് പറഞ്ഞത്. അതിനു മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. ആ ഒരു ഓഫീസിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. അപ്പോൾ ആശയങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ ആ കടയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ